ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പേഴ്സണാലിറ്റി തിയറീസ് ആൻഡ് അസസ്മെൻറ്റിലെ യൂണിറ്റ് 4 ആണ്, കീ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി. അപ്പം ഇത്രയും ദിവസം നമ്മൾ പേഴ്സണാലിറ്റി എന്താണെന്നും അതിൻ്റെ അസസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പേഴ്സണാലിറ്റി അസസ്മെൻറ്റിൽ വരുന്ന ഇഷ്യൂസ്, അതുപോലെ പേഴ്സണാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറീസും ഒക്കെ ഉണ്ടല്ലോ, ആ തിയറീസിലുള്ള ഇഷ്യൂസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്റർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് ഞാൻ പറയാം. ഒന്ന്, ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റി. രണ്ടാമത്തത് പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രവേഴ്സി. മൂന്നാമത്തത് ഇൻട്രാക്ഷനിസ്റ്റ് അപ്രോച്ച്. നാലാമത്തത് നോമത്തറ്റിക് അപ്രോച്ച് വേഴ്സസ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച്. അഞ്ചാമത്തത് ക്രോസ് കൾച്ചറൽ ഇഷ്യൂ. ആറാമത്തത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് 5 ഫാക്ടർ മോഡൽ. ഏറ്റവും അവസാനത്തതും ഏഴാമത്തായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു തിയററ്റിക്കൽ മോഡൽസ്. ഇങ്ങനെയുള്ള ഈ ഒരു 7 ഏരിയാസിലായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. ഓക്കെ, അതായത് ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റിനെ കുറിച്ച് പറയുന്നു, അതിനുശേഷം പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രവേഴ്സിനെ കുറിച്ച് പറയുന്നു, പിന്നെ ഇൻട്രാക്ഷനിസ്റ്റ് അപ്രോച്ചിനെ കുറിച്ച്, അത് കഴിഞ്ഞ് നോമത്തറ്റിക് അപ്രോച്ച് വേഴ്സസ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച്, പിന്നെ ക്രോസ് കൾച്ചറൽ ഇഷ്യൂ, അതിനുശേഷം പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആൻഡ് 5 ഫാക്ടർ മോഡൽ, ഏറ്റവും ലാസ്റ്റ് വൺ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു തിയററ്റിക്കൽ മോഡൽസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റിയാണ് നമുക്ക് ഫസ്റ്റ് പറയാനുള്ളത്. ഈ ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റിയിൽ തന്നെ കുറച്ച് സബ് ടോപ്പിക് വരുന്നുണ്ട്. അതായത് നാച്ചുർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ്, നാച്ചുർ തിയറിയും നർച്ചർ തിയറിയും. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. നാച്ചുർ തിയറിയും നർച്ചർ തിയറിയും പറഞ്ഞു തന്നിട്ടുണ്ട്, എന്നാലും ഇവിടെയും നമുക്കത് ഡിസ്കസ് ചെയ്യാനുണ്ട്. നാച്ചുർ തിയറിയും നർച്ചർ തിയറിയും, പിന്നെ ട്വിൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ ഇൻഫാൻറ്റ് ഷൈനസ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ഫാമിലി സ്റ്റഡീസ്. ഇത്രയും കാര്യങ്ങളാണ് ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. ഓക്കെ, ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് നാച്ചുർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ്, ദ നാച്ചുർ തിയറി, പിന്നെ ദ നർച്ചർ തിയറി, ട്വിൻ സ്റ്റഡീസ്, ഇൻഫാൻറ്റ് ഷൈനസ്, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ ഫാമിലി സ്റ്റഡീസ്. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്തൊക്കെയാണ് ഈ ഒരു ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റിയിലെ സബ് ടോപ്പിക്കായിട്ട് വരുന്നതെന്ന്. ഓക്കെ, ഓരോ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് നാച്ചുർ വേഴ്സസ് നർച്ചർ തിയറി അല്ലേ. അപ്പം എന്താണ് നമുക്കറിയാമല്ലോ നാച്ചുർ തിയറി പറയുന്നത്, അല്ലെങ്കിൽ നാച്ചുർ ഡിബേറ്റിലുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ബിഹേവ് ചെയ്യുന്നത് അയാളുടെ ജനറ്റിക് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്നത് എന്ന് പറയുന്നതാണ് ഈ നാച്ചുർ ഡിബേറ്റിൽ ഉള്ള വാദം. ഓക്കെ, നാച്ചുർ ഡിബേറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നാച്ചുർ ആൾക്കാർ, അതായത് നാച്ചുറിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ വ്യൂ പോയിന്റിൽ ഒരാൾ ബിഹേവ് ചെയ്യുന്നത്, അതായത് ഒരാളെ ഓരോരോ സിറ്റുവേഷനിലും ബിഹേവ് ചെയ്യുന്നത് അയാളുടെ ജനറ്റിക് ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് എന്ന് പറയുന്ന തിയറിയാണ് നാച്ചുർ തിയറി. ഓക്കെ, ഈ നാച്ചുർ തിയറിയിൽ പ്രധാനപ്പെട്ട ഒരാളെ പറയാനാണെങ്കിൽ ഫ്രാൻസിസ് ഗാൾട്ടൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് ഈ ഒരു നാച്ചുർ തിയറീനെ പിന്താങ്ങിയിട്ടുള്ള ഒരാളാണ് ഗാൾട്ടൺ. അപ്പം ഗാൾട്ടൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് കാണുന്ന ഫിംഗർ പ്രിൻറ്റിംഗ് ഒക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈക്കോളജിയിൽ തന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതൊക്കെ ഈ ഗാൾട്ടൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണെന്നാണ് പറയുന്നത്. ഗാൾട്ടൺ കണ്ടുപിടിച്ചതല്ല കേട്ടോ ഫിംഗർ പ്രിൻറ്റിംഗ് ഒന്നും. ഈ ഒരു ഗാൾട്ടൺ നടത്തിയിട്ടുള്ള കുറച്ച് എക്സ്പെരിമെൻസിൻ്റെ ഒക്കെ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു വന്നിട്ടുള്ളത്, ഫിംഗർ പ്രിൻറ്റിങ്ങും വേർഡ് അസോസിയേഷൻ ടെസ്റ്റൊക്കെ വന്നിട്ടുള്ളത്. അപ്പം നാച്ചുർ തിയറി പറയുന്നത് ജനറ്റിക് ഫാക്ടറാണ് എന്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, ഒരാളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റീനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ്, അയാളുടെ ജനറ്റിക് ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്ന തിയറിയാണ് നാച്ചുർ തിയറിയിൽ ഓർത്ത് വെക്കേണ്ട ആളാണ് ഫ്രാൻസിസ് ഗാൾട്ടൻ്റെ കോൺട്രിബ്യൂഷൻ്റെ ഫലമായിട്ടാണ് ഫിംഗർ പ്രിൻറ്റിങ്ങും അതുപോലെ തന്നെ വേർഡ് അസോസിയേഷൻ ടെസ്റ്റും ഒക്കെ വന്നതൊന്നും ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇത് നമുക്ക് പറയാനുള്ളത് നർച്ചർ തിയറിയാണ്. നാച്ചുർ തിയറി നമ്മൾ പറഞ്ഞല്ലോ എന്താ, ജനറ്റിക് ആണ് അല്ലെ, ജനറ്റിക് ഫാക്ടറാണ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ സ്വാധീനിക്കുന്നത്. ഇവിടെ നർച്ചർ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ ജീവിക്കുന്ന എൻവയോൺമെൻറ്റാണ് ഒരാളുടെ പേഴ്സണാലിറ്റി
തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റീനെ സ്വാധീനിക്കുന്ന വലിയൊരു ഘടകം എന്ന് പറയുന്നത് എന്താണ്? അയാൾ ജീവിക്കുന്ന അയാളുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ അയാൾ കടന്നു പോയിട്ടുള്ള അയാളുടെ എക്സ്പീരിയൻസ് ആണ് അയാളുടെ പേഴ്സണാലിറ്റി നിർണ്ണയിക്കുന്നതെന്ന് പറയുന്നതാണ് നർച്ചർ തിയറി. നാച്ചുറൽ തിയറിയിൽ നമ്മൾ ഫ്രാൻസിസ് ഗാൾട്ടനെ ഓർമ്മിച്ച് വെച്ചതുപോലെ ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പേരാണ് ജോൺ വാട്സൺ. ഓക്കെ, അപ്പം നർച്ചർ തിയറിയിൽ വരുന്ന ഒരാളാണ് ആര്? ജോൺ വാട്സൺ. ജോൺ വാട്സൺ ചെയ്തിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ്. ആ ഒരു എക്സ്പെരിമെൻറ്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൽബർട്ട് എന്ന് പറയുന്ന ഒരു ബേബീനെ എന്ത് ചെയ്തു, പിന്നെ ബേബി അതുപോലെ തന്നെ ഒരു വൈറ്റ് റാറ്റിനെയും വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ആൽബർട്ട് എന്ന് പറയുന്ന ബേബീനെ ഒരു റൂമിൽ അടച്ചിട്ട് ഒരു വൈറ്റ് റാറ്റിനെ അതിൻ്റെ അടുത്തേക്ക് വിടുന്നു. അപ്പം അത് നല്ല അതിനെ കൗതുകത്തോടെ നോക്കുന്നു. ഓക്കെ, കൗതുകത്തോടെ, അതിന് പ്രശ്നം പേടിയായിട്ടൊന്നുമില്ല. പക്ഷേ പിന്നെ ഈ ഒരു എലീനെ എന്ത് ചെയ്യുന്നു? യെസ്, ഒരു ഭയാനകമായിട്ടുള്ള ശബ്ദം കൂടെ ഈ ഒരു എലി വരുമ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു ബേബീനെ ആ എലീനെ കാണിച്ചു കൊടുക്കുന്നു. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ ശബ്ദം കേൾപ്പിക്കാതെ തന്നെ ഈ എലീനെ മാത്രം കാണുമ്പോൾ ഈ കുട്ടി പേടിക്കുന്നു. അതായത് ഈ പേടി എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നു? കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതായത് ഈ എൻവയോൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് കാരണം പേടി വരാം. അങ്ങനെ തന്നെയാണ് ഓരോ ഈ പേഴ്സണാലിറ്റിയിലുള്ള ഓരോ ഫാക്ടറും എന്നാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അതായത് പേടി നമുക്ക് കണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ, അതായത് പേടി എന്ന് പറയുന്നത് ലേൺ ചെയ്തെടുക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഓരോരോ ഫാക്ടറും ലേൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് നർച്ചർ തിയറിയിൽ പറയുന്നത് എന്താ? ഒരാളുടെ പേഴ്സണാലിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാളുടെ എൻവയോൺമെൻ്റ് ആണ്. ഓക്കെ, ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെൻറ്റ് മനസ്സിലായല്ലോ. ഒരു വെള്ള എലീനെ കാണിച്ചിട്ട് എന്ത് ചെയ്യുന്നു? യെസ്, ഒരു വലിയ ഭയാനകമായ ശബ്ദവും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു എലീനെ കാണിക്കുമ്പോൾ കുട്ടി പേടിക്കുന്നു. അപ്പോൾ പേടി എന്ന് പറയുന്നത് എന്താ? നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നതാണ് എൻവയോൺമെൻറ്റിൽ കൂടെ എന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ കൂടെ മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ ഈ നർച്ചർ തിയറിയിൽ പിന്നെ നമ്മൾ അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമാണ്, ബർത്ത് ടൈമിൽ എല്ലാ കുട്ടികളും എന്താ? ബ്ലാങ്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് ഉണ്ടാവുക. അതായത് എന്താണോ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അത് അബ്സോർബ് ചെയ്തെടുക്കാൻ കഴിവുണ്ടാവും. അങ്ങനെ ഒരു കുട്ടി ജനിക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് ജനറ്റിക് ഫാക്ടറൊന്നും അല്ല, അതായത് എൻവയോൺമെൻറ്റിൽ നിന്ന് എന്താണോ ആ കുട്ടിക്ക് കിട്ടുന്നത് അത് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ, അതായത് ബ്ലാങ്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലാണ് കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പം ഈ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ പറയുന്നത് ടബുല റസ. ഓക്കെ, ടബുല റസ എന്നാണ് ഈ ഒരു ബ്ലാങ്ക് സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ പറയുന്നത്. അപ്പം ഇതാണ് നർച്ചർ തിയറിസ്റ്റ് പറയുന്നവരുടെ വാദം. ഈ ഒരു നർച്ചർ തിയറിയിൽ നിന്നും ഏതാണ് ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരാളുടെ പേഴ്സണാലിറ്റി വെറും ജീൻ ഫാക്ടറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒരാളുടെ പേഴ്സണാലിറ്റി അയാൾ വളരുന്ന എൻവയോൺമെൻറ്റിന് അല്ലെങ്കിൽ എക്സ്പീരിയൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഒരു ഇൻട്രാക്ഷനാണ് ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രാക്ഷനിസം എന്ന്. ഈ നാച്ചർ ആൻഡ് നർച്ചർ ഡിബേറ്റൊക്കെ ഇങ്ങനെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സൈക്കോളജിസ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിരുന്നു ട്വിൻസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഐഡൻറ്റിക്കൽ ട്വിൻസ്. ആരാണ് ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ്? ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് തന്നെ സ്പ്ലിറ്റായി പോകുന്നതാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാവാൻ കാരണം. അതായത് സെയിം ജനറ്റിക് ഫാക്ടേഴ്സ് ആയിരിക്കും ഇവർ ഷെയർ ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള, അതായത് വളരെ കാണാൻ സിമിലർ ആയിട്ടുള്ള ട്വിൻസിനെ കണ്ടിട്ടില്ലേ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയുന്നത്. ഒരാളെ വേറൊരാളിൽ നിന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത വിധമുള്ള ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ഒരു സോഷ്യബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണ്. ഈ സോഷ്യബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടർ എങ്ങനെയാണ് ട്വിൻസിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇവർക്ക് സെൽഫ് റിപ്പോർട്ടഡ് ഇൻവെൻട്രി കൊടുക്കുക. അതായത് സെൽഫ് റിപ്പോർട്ടഡ് ഇൻവെൻട്രി എന്ന് വെച്ചാൽ നമ്മളുടെ ഫീലിങ്സ്, നമ്മളുടെ തോട്ട്സ് അതൊക്കെ എന്ത് ചെയ്യണം? കുറച്ച് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് തരും. അതിനനുസരിച്ച് നമ്മളതിനെ ആൻസർ ചെയ്യും. അതാണ് സെൽഫ് റിപ്പോർട്ടഡ് ഇൻവെൻട്രി. അപ്പം അല്ലെങ്കിൽ സർവേ ഒക്കെ ആയിട്ട് കൊടുത്തപ്പം ഈ 6 ട്രേറ്റിലുള്ളതിൽ 5 ട്രേറ്റും ഇവർക്ക് സിമിലർ ആണെന്ന് കണ്ടു. അതായത് ഈ സോഷ്യബിലിറ്റി എന്ന് പറയുന്നതിൽ 6 ട്രേറ്റ് ഉള്ളതിൽ 5 ട്രേറ്റും ഇവർക്ക് സിമിലർ ആണെന്ന് കണ്ടു. അതിൻ്റെ അർത്ഥം എന്താ? യെസ്, ജനറ്റിക് ഫാക്ടറിന് വലിയൊരു
റോൾ ഉണ്ടെന്ന് അല്ലേ. പക്ഷേ ഇവിടെയും ഒരു ഫാക്ടർ സിമിലർ അല്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ജനറ്റിക് ഫാക്ടറും, അതായത് ഐഡൻറ്റിക്കൽ ട്വിൻസിലാണ് എടുത്തത്, അപ്പം അവർക്ക് ഒരേ ജനറ്റിക് ഫാക്ടേഴ്സാണ് ഷെയർ ചെയ്ത് പോകുന്നത് അല്ലേ. എന്നിട്ടും എന്ത് ചെയ്തു, യെസ്, അവിടെ ഡിഫറൻസ് വന്നു എന്നുള്ളതും നമുക്ക് നോട്ട് ചെയ്യാം. അപ്പം നാച്ചുറൽ തിയറിയിലുള്ള ആൾക്കാർ ഇപ്പോൾ എന്ത് പറയും, യെസ് ജനറ്റിക് ഫാക്ടറാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ തിയറിയിലുള്ളവർ എന്താ പറയുക, യെസ് അവിടെയും എൻവയോൺമെൻറ്റിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ട്വിൻ സ്റ്റഡീസിൽ സോഷ്യബിലിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടറിനെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. സോഷ്യബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറിനെ വെച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ എന്ത് കിട്ടി, യെസ് ഇതിൽ 6 ഔട്ട് ഓഫ് 5 ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയ്റ്റും ഇവർക്ക് സിമിലർ ആണെന്ന് കിട്ടുന്നു. അതാണ് അതിലോർത്ത് വെക്കേണ്ട ഒരു കാര്യം. ഓക്കെ, അടുത്തത് വരുന്നത് ഇൻഫാൻറ്റ് ഷൈനസ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഷൈനസ് എന്ന് പറയുന്ന ഭാഗം നമ്മൾ എന്ത് വെച്ചിട്ടാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അഡോപ്റ്റീവ് പാരൻസിനെ എടുക്കുവാണ്, അതുപോലെ തന്നെ ബയോളജിക്കൽ പാരൻസിനെ എടുക്കുവാണ്. അപ്പം ബയോളജിക്കൽ പാരൻസിൽ ഇപ്പം ഒരു അമ്മയെ എടുത്തു, ബയോളജിക്കലായിട്ടുള്ള ഒരു മദറിനെ എടുത്തപ്പം അവർ ഭയങ്കര ഷൈ ഉള്ള ഒരാളായിരുന്നു. അപ്പം അവർക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുത്തപ്പം അവരുടെ മക്കളും എന്താ വളരെ ഷൈ ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കണ്ടു. ഇനി അഡോപ്റ്റീവ് പാരൻസിനോടും ഇതേ കാര്യം ചെയ്തപ്പം എന്ത് ചെയ്തു, അവരുടെ അഡോപ്റ്റീവ് ആയിട്ടുള്ള മക്കളും എന്താണ് ഷൈ ആണെന്ന് കണ്ടു. അപ്പോൾ എന്താ അവിടെ ജനറ്റിക് ഫാക്ടറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ലോ, അതായത് പറയാൻ പറ്റില്ല അല്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ബയോളജിക്കൽ മദറും പറഞ്ഞിട്ടുണ്ട് അവരുടെ മക്കൾ ഷൈ ആണ്, അല്ലെങ്കിൽ ബയോളജിക്കൽ ആയിട്ടുള്ള കുട്ടികളും അവിടെ ഷൈ ആണ്, അതുപോലെ തന്നെ അഡോപ്റ്റീവ് ആയിട്ടുള്ള കുട്ടികളും അവിടെ ഷൈ ആണെന്ന് കിട്ടി. അപ്പം എൻവയോൺമെൻറ്റിനും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഹെറിഡിറ്റി പരമായിട്ടും ഈ ഷൈനസ് എന്ന് പറയുന്ന കാര്യം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഇൻഫാൻറ്റ് ഷൈനസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൽ പറയുന്നത്. അടുത്തതാണ് ആൻറ്റി സോഷ്യൽ ഡിസോർഡർ. ആൻറ്റി സോഷ്യൽ ഡിസോർഡർ എന്ന് പറയുമ്പം ഒരു സൈക്കോപാത്തിൻ്റെ മോനോ മോളോ ഒരു സൈക്കോപാത്ത് ആവാനുള്ള ചാൻസ്, അതായത് ഒരു ജനറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെറിഡിറ്റി പരമായിട്ടുള്ളൊരു കാര്യം അവരുടെ ജീനിലുണ്ട് എന്ന് പറയുന്നതാണ് ഈ ആൻറ്റി സോഷ്യൽ ഡിസോർഡർ ആയി ബന്ധപ്പെട്ട ആ ഒരു പോർഷനിൽ പറയുന്നത്. പക്ഷേ നമ്മൾ അവർക്ക് കൊടുക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി എൻവയോൺമെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ സൈക്കോപാത്തിൻ്റെ മക്കൾ എന്താവാം, നല്ല ആളുകളായിട്ട് വളരാം അല്ലേ. ഇത് എൻവയോൺമെൻറ്റ് ക്വാളിറ്റി അനുസരിച്ചിരിക്കാം അവർ സൈക്കോപാത്താവോ ഇല്ലയോ എന്നുള്ള ആ ഒരു സാധ്യത അല്ലേ. ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ക്രിമിനൽ തന്നെ ആവണം അല്ല, ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്ന പാരൻസിൻ്റെ മക്കൾ ക്രിമിനലിൽ തന്നെ ആവണമെന്ന് സാധ്യതയൊന്നുമില്ല. പക്ഷേ അതിൽ ഒരു ജനറ്റിക് ഫാക്ടറും സാധ്യതയായിട്ട് ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അതാണ് ആൻറ്റി സോഷ്യൽ ഡിസോർഡർ എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നത്. അതായത് ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ അത് ജനിതകപരമായിട്ട് ഉള്ള ആളുകൾക്ക് അവരുടെ മക്കൾക്കും അതേ ഒരു ഫാക്ടർ വരാനുള്ള ഫാക്ടർ വരും എന്നായിരിക്കും നാച്ചുറൽ തിയറിയിലുള്ള ആളുകൾ പറയുക അല്ലേ. പക്ഷേ സ്വാഭാവികമായിട്ടും അവിടുത്തെ എൻവയോൺമെൻറ്റിൻ്റെ ക്വാളിറ്റി ഉള്ള എൻവയോൺമെൻറ്റ് ആണെങ്കിൽ അതെന്താ ചിലപ്പം അങ്ങനെ ഒരു ക്രിമിനൽ മൈൻഡ് ഉണ്ടാവാൻ സാധ്യതയും ഇല്ല. അപ്പം അതാണ് ആൻറ്റി സോഷ്യൽ ഡിസോർഡറിൽ പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഫാമിലി സ്റ്റഡീസാണ്. ഓക്കെ, ഫാമിലി സ്റ്റഡീസിൽ പറയുന്നത് ഇപ്പം മെൻ്റൽ ഡിസോർഡറിനെ ബേസ് ചെയ്തിട്ടാണ് ഫാമിലി സ്റ്റഡീസ് വരുന്നത്. ഇപ്പം മെൻ്റൽ ഡിസോർഡറൊക്കെ ഏതെങ്കിലും ഒരു ബ്ലഡ് റിലേറ്റീവിന് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിന് ആ ഒരു മെൻ്റൽ ഡിസോർഡർ വരാനുള്ള സാധ്യത ജനിതകപരമായി ഉണ്ട് എന്നാണ്. സാധ്യതയല്ല, ജനിതകപരമായ അവരുടെ ഉള്ളിൽ ആ ഒരു ഡിസോർഡർ ഉണ്ടാവുമെന്നാണ് നാച്ചുറിൻ്റെ ആൾക്കാർ പറയുക അല്ലേ. അപ്പം അങ്ങനെ ഫാമിലി സ്റ്റഡീസ് അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. എന്തിന്? ഡിസോർഡറൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഡിസോർഡറൊക്കെ കണ്ടുപിടിക്കുന്നത് ദീസ് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ആർ പെർഫോംഡ് യൂസിങ് മോളിക്കുലാർ ജനറ്റിക് സ്റ്റഡീസ്. അതായത് ഫാമിലി ഡിസോർഡർ കണ്ടുപിടിക്കാനുള്ള ആ ഒരു സ്റ്റഡീസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? മോളിക്കുലാർ ജനറ്റിക് സ്റ്റഡീസിനെയാണ് ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഫാമിലി സ്റ്റഡീസിൽ വരുന്നത്. അപ്പോൾ ജീൻസ് ആൻഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫസ്റ്റ് പാർട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വന്നത് നേച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റാണ്. അതിനുശേഷം ട്വിൻ സ്റ്റഡീസ്, പിന്നെ ഇൻഫാൻറ്റ് ഷൈനസ് പറഞ്ഞു, ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് വൺ ഫാമിലി സ്റ്റഡീസ് പറഞ്ഞു. അപ്പം ഒന്നും കൂടെ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നാച്ചർ വേഴ്സസ് നർച്ചർ ഡിബേറ്റ്, നാച്ചർ തിയറിയിലുള്ള ആളുകൾ എന്ത് പറയുന്നു? യെസ്, ജനറ്റിക് ഫാക്ടറാണ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ബേസ് എന്ന് പറയുന്നു. അതുപോലെ നർച്ചർ ഡിബേറ്റിൽ എന്ത് പറയുന്നു? യെസ്,
എന്താ പറയുന്നത്, യെസ്, എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ആണ്, ഒരാൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണ് അയാൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അടുത്തത് ട്വിൻ സ്റ്റഡീസിനെ ആണ് ഒരു ഇമ്പോർട്ടൻറ്റ് ടൂളായിട്ട് എന്തിൽ യൂസ് ചെയ്തത്, ഈ നാച്ചർ ആൻഡ് നാച്ചർ ഡിബേറ്റിലൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടൂൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൊരു ടൂളാണ് എന്ത്, ട്വിൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്വിൻ സ്റ്റഡീസിന് എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ ആ സോഷ്യബിലിറ്റി എന്ന് പറയുന്ന ഫാക്ടറിൽ എന്ത് ചെയ്തു, 6 ഔട്ട് ഓഫ് 5 അവർക്ക് സിമിലറായിട്ട് വന്നു, അതോർത്ത് വെക്കുക. പിന്നെ ഇൻഫാൻറ്റ് ഷൈനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫാൻറ്റ് ഷൈനസ് എന്ന് പറയുന്നത് എന്താ, ജനറ്റിക് ഫാക്ടറിനെ തന്നെയാണ് മുഴുവനായിട്ട് ബേസ് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എന്തുകൊണ്ടാണ്, ഇൻഫാൻറ്റ് ഷൈനസിൽ ബയോളജിക്കൽ പാരൻസിന് ഉണ്ടാവുന്ന മക്കളും ഷൈ ആണെന്ന് കണ്ടു, അതേപോലെ തന്നെ അഡോപ്റ്റീവായിട്ടുള്ള പാരൻസിൻ്റെ അഡോപ്റ്റീവായിട്ടുള്ള മക്കളും എന്താ, ഷൈ ആണെന്ന് കണ്ടു. അപ്പം അതിൽ ജനറ്റിക് ഫാക്ടർ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ മുഴുവനായിട്ട് പറ്റില്ല. അടുത്തത് ജനറ്റിക് ഫാക്ടർ ഉണ്ട്, പക്ഷേ മുഴുവനായിട്ടും ജനറ്റിക് ഫാക്ടർ ആണെന്ന് പറയാൻ പറ്റില്ല. അടുത്തത് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. അവിടെ എന്ത് പറഞ്ഞു, ഈ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ മക്കൾ ആൻറ്റി സോഷ്യൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷേ അവർക്ക് കൊടുക്കുന്ന എൻവയോൺമെൻറ്റ് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ അവരങ്ങനെ അല്ലാതിരിക്കാനുള്ള ചാൻസും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഫാമിലി സ്റ്റഡീസ് യൂസ് ചെയ്യുന്നത് ഡിസോർഡറൊക്കെ കണ്ടുപിടിക്കാനാണ്. മെൻ്റൽ ഡിസോർഡർ ഒക്കെ ഉള്ള ആളുകൾ റിലേറ്റീവായിട്ട് ഉണ്ടെങ്കിൽ, ബ്ലഡ് റിലേറ്റീവ്സ് ആയിട്ട് ഉണ്ടെങ്കിൽ പിന്നെ വരുന്ന കുട്ടികൾക്ക് ഓഫ്സ്പ്രിങ്സിന് എന്തുണ്ടാവാൻ, മെൻ്റൽ ഡിസോർഡർ. അതുപോലെ തന്നെ എല്ലാ ഡിസോർഡറും കണ്ടുപിടിക്കാനാണ് ഫാമിലി സ്റ്റഡീസ് യൂസ് ചെയ്തത്. അതിനവർ യൂസ് ചെയ്തത് മോളിക്കുലാർ അല്ലേ, എന്തായിരുന്നു പറഞ്ഞത്, മോളിക്കുലാർ ഒരു ടേം ഇല്ലായിരുന്നോ, മോളിക്കുലാർ ജനറ്റിക് സ്റ്റഡീസ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യ ഭാഗത്ത് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ വരുന്നത് ദ പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സിയാണ്. എന്താണ് ഈ പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സിയിൽ പറയുന്നത്? പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സി ആ ഒരു ടേമിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സി? അതായത് ഈ പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് എന്ത് പറയുന്നു, അതായത് ഒരാളുടെ ട്രെയ്റ്റ് ആണ് അയാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നതെന്ന് പറയും അല്ലേ, ട്രെയ്റ്റ് ആണ്. അതായത് അവർക്ക് ഈ ഒരു സ്റ്റേബിൾ ആൻഡ് കൺസിസ്റ്റൻ്റ് ആൻഡ് സ്റ്റേബിൾ ട്രെയ്റ്റ് അതെങ്ങനെ ചേഞ്ച് ചെയ്യാതെ എല്ലാ സിറ്റുവേഷനിലും കിടക്കും എന്നുള്ളതാണ് ഈ ഒരു പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് പറയുന്നത്. അതായത് പേഴ്സണാലിറ്റി ഒന്നും കൂടെ പറഞ്ഞുതരാം. പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സിയാണ് നമ്മൾ പറയുന്നത്. പേഴ്സൺ സിറ്റുവേഷൻ കോൺട്രോവേഴ്സി എന്ന് പറയുമ്പം നമുക്ക് ഉള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ട്രെയ്റ്റ്സ് അത് എല്ലാ സിറ്റുവേഷനിലും അൺചേഞ്ച്ഡ് ആയിരിക്കും. അങ്ങനെയാണ് പേഴ്സണാലിറ്റി സൈക്കോളജിസ്റ്റ് പറയുന്നത്. പക്ഷേ സിറ്റുവേഷനിസ്റ്റ് എന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ബിഹേവ് ചെയ്യുന്ന എന്ത് ചെയ്യുന്നു, സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ചസ് നമ്മളുടെ ബിഹേവിയറിൽ വരും എന്നുള്ളതാണ് എന്ത് പറയുന്നത്, സിറ്റുവേഷനിസ്റ്റ് പറയുന്നത്. എന്തൊക്കെ സാഹചര്യം വന്നാലും എന്ത് ചെയ്യും, ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള നമ്മളുടെ ട്രെയ്റ്റാണ് നമ്മളുടെ ബിഹേവിയർ തീരുമാനിക്കുന്നത്, ഏതൊരു സിറ്റുവേഷനിലും തീരുമാനിക്കുന്നത് എന്ന് പറയുന്നതാണ് ആര്, ട്രെയ്റ്റ് സൈക്കോളജിസ്റ്റ് പറയുന്നതെങ്കിൽ സിറ്റുവേഷനിസ്റ്റ് എന്താ പറയുന്നത്, യെസ്, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഒന്ന് ചേഞ്ച് ചെയ്താൽ നമ്മൾ പെരുമാറുന്ന രീതിയും മാറും എന്നുള്ളതാണ് സിറ്റുവേഷനിസ്റ്റ് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു എക്സാം നടക്കുവാണ്. അപ്പം ഹോണസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു എക്സാം നടത്തുവാണ് കുട്ടികൾക്ക്. അപ്പം നമ്മൾ അവരോട് പറയുവാണ്, ഈ എക്സാം കോപ്പി അടിച്ച് എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഓക്കെ, പക്ഷേ കോപ്പി അടിക്കരുത്, എന്നാലും കോപ്പി അടിച്ച് എഴുതിയാലും വലിയ ഇഷ്യൂ ഒന്നുമില്ല എന്ന് കുട്ടികളോട് പറയാമെന്ന് വിചാരിച്ചു. അപ്പം എത്ര സത്യസന്ധനായ ഒരു കുട്ടിയും ചിലപ്പോൾ ഒന്ന് ചോദിച്ചെഴുതാനുള്ള ഒരു ടെൻഡൻസി എങ്കിലും വരും. അപ്പോൾ എത്ര ഹോണസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ടീച്ചർ പറയുമ്പം അല്ലേ, എന്തായാലും അവിടെ ആ ഹോണസ്റ്റി ചോദ്യം ചെയ്യപ്പെടും, സ്ലൈറ്റ്ലി അത് ചോദ്യം ചെയ്യപ്പെടും, എത്ര സത്യസന്ധനായുള്ള കുട്ടിയാണെങ്കിലും. അപ്പം അതാണ് പറയുന്നത്, ഈ ഒരു സിറ്റുവേഷനിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ എന്താ, യെസ്, ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ പേഴ്സണാലിറ്റിയിൽ ചേഞ്ച് വരും എന്നുള്ളതാണ് സിറ്റുവേഷനിസ്റ്റ് പറയുന്നത്. പക്ഷേ ട്രെയ്റ്റ് സൈക്കോളജിസ്റ്റ് എന്ത് പറയുന്നു, യെസ്, ട്രെയ്റ്റിസ്റ്റ് എന്താ പറയുന്നത്, ഏത് സിറ്റുവേഷനിലായാലും ശരി, എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ നമ്മളുടെ ട്രെയ്റ്റ് അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ നിൽക്കും എന്നുള്ളതാണ് ട്രെയ്റ്റിസ്റ്റ് പറയുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ പേഴ്സൺ സിറ്റുവേഷൻ
കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഒരാൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റിനനുസരിച്ചിട്ടാണ് പേഴ്സണാലിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതെങ്കിൽ വേറൊരാളത് സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നു. അടുത്തതാണ് ബിഹേവിയറൽ കൺസിസ്റ്റൻസി കോൺട്രവേഴ്സി. ഇത് ഈ സിറ്റുവേഷനിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ബിഹേവിയർ ചേഞ്ച് ചെയ്യും എന്നുള്ളതാണ് സിറ്റുവേഷനിസ്റ്റ് പറയുന്നത്. അതേ കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെയാണ് കുറച്ചും കൂടെ നമുക്ക് മാച്ച് ആവുന്നത്. അതായത് അപ്പോൾ നമ്മൾ ഹോണസ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റിമുലി കൊടുക്കുകയാണ്. അതായത് നിങ്ങൾ എക്സാം എഴുതുക, ആരും കോപ്പി അടിക്കരുത് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടെങ്കിൽ അത്രയും ഹോണസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾ തീരെ നോക്കാതെ എഴുതും അല്ലേ. പക്ഷേ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോപ്പി അടിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല എന്നൊരു സാധനം കൊടുക്കുകയാണെങ്കിൽ എത്ര ഹോണസ്റ്റി ഉള്ള കുട്ടിയും അവിടെ അവരുടെ ബിഹേവിയറിൽ എന്ത് വരുന്നു, ആ ഒരു കൺസിസ്റ്റൻസി പോകുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഒരേ സ്റ്റിമുലിക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നു. എന്തിനനുസരിച്ച്? സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്. അതാണ് ഈ ഒരു ബിഹേവിയറൽ കൺസിസ്റ്റൻസി കോൺട്രവേഴ്സി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇൻട്രാക്ഷനിസ്റ്റ് അപ്രോച്ച് ടു സിറ്റുവേഷൻ വേഴ്സസ് പേഴ്സണാലിറ്റി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, അയാളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് തീരുമാനിക്കുന്നതെന്ന് ട്രെയ്റ്റിസ്റ്റ് പറഞ്ഞപ്പോൾ സിറ്റുവേഷനിസ്റ്റ് എന്ത് പറഞ്ഞു, ഒരാളുടെ സിറ്റുവേഷനാണ് അയാളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇത് രണ്ടും പൂർണ്ണമായും ശരിയാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും ശരിയല്ല. കാരണം രണ്ടിൻ്റെയും കൂടി ഒരു ഇൻട്രാക്ഷൻ ആണെങ്കിൽ അത് നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റും അല്ലേ. കാരണം ചില ആളുകൾ എന്ത് ചെയ്യും, ഏത് സിറ്റുവേഷൻ വന്നാലും അവരവരുടെ ആ ഒരു ട്രെയ്റ്റിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നവരുണ്ട് അല്ലേ. ഇനി വേറൊരു ഭാഗം ആൾക്കാരെങ്ങനെയുണ്ട്, സിറ്റുവേഷൻ എന്താണെന്ന് വിലയിരുത്തി അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം രണ്ടിൻ്റെയും കൂടെ ഒരു പ്രൊഡക്റ്റാണ് ഒരാൾ ബിഹേവ് ചെയ്യുന്ന രീതി എന്ന് പറയാം. അപ്പം ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഈ ഒരു ഇൻട്രാക്റ്റീവ് അപ്രോച്ച് ടു സിറ്റുവേഷൻ വേഴ്സസ് പേഴ്സണാലിറ്റിയിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതായത് ഒരാളുടെ ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി ഇൻറ്റു അപ്രൈസൽ ഓഫ് സിറ്റുവേഷൻ. ബിഹേവിയർ ഈസ് ഈക്വൽ ടു പേഴ്സണാലിറ്റി ഇൻറ്റു അപ്രൈസൽ ഓഫ് സിറ്റുവേഷൻ. അടുത്തതായി നമുക്ക് പറയാനുള്ളത് നോമതെറ്റിക് അപ്രോച്ച് ആൻഡ് ഇഡിയോഗ്രാഫിക് അപ്രോച്ചാണ്. അപ്പോൾ നോമതെറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടുപിടിച്ചത് ആൽപോർട്ടാണ് ഈ ഒരു അപ്രോച്ച് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ജനറൽ പ്രിൻസിപ്പിൾസ്, ജനറൽ ലോസ് ഒക്കെയാണ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വലിൽ നടത്തുന്ന അപ്രോച്ചാണ്. അപ്പം ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൻ്റെ, അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിൽ നടത്തണമെങ്കിൽ അവർക്ക് ഒരു റിസൾട്ടിൽ എത്തണമെങ്കിൽ ഇവർ സിമിലർ ക്വാളിറ്റീസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കണം അല്ലേ ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം സിമിലർ ആയിട്ടുള്ള ആൾക്കാരിൽ നടത്തുന്ന ഒരു അപ്രോച്ചാണ് എന്ത്, സിമിലർ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ നടത്തുന്ന അപ്രോച്ചാണ് നോമതെറ്റിക് അപ്രോച്ച്. ഇത് ഗ്രൂപ്പിലാണ് നടത്തുന്നത്, ഒരു ഇൻഡിവിജ്വലായിട്ടല്ല. അതിനാണ് നോമതെറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഗ്രീക്ക് വേർഡായിട്ടുള്ള നോമോസ് എന്നാണ് ഈ ഒരു ടേം വന്നിട്ടുള്ളത്. നോമോസ് എന്ന് വെച്ചാൽ ലോസ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ പറഞ്ഞല്ലോ ജനറൽ ലോസിലൊക്കെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ആൽപോർട്ടാണ് കണ്ടുപിടിച്ചതെന്ന് ഓർത്ത് വെക്കാം. ഇതിന് എക്സാമ്പിളായിട്ട് രണ്ട് പേര് ഓർത്ത് വെക്കുക. ഐസെങ്കിൻ്റെ ടൈപ്പ് തിയറിയും അതുപോലെ തന്നെ റെയ്മണ്ട് കാറ്റലിൻ്റെ ട്രേറ്റ് തിയറിയും ഓർത്ത് വെച്ച്. ട്രേറ്റ് തിയറി 16 PF ട്രേറ്റ് തിയറി. ഐസക്കിൻ്റെ ടൈപ്പ് തിയറി എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അധികം പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ടൈപ്പ് A, ടൈപ്പ് B എന്നൊക്കെ പറഞ്ഞിട്ട് ഐസങ്ക് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട് ആളുകളെ പേഴ്സണാലിറ്റീനെ അനുസരിച്ച്. അപ്പം ആ ഒരു ടൈപ്പ് തിയറിയും റെയ്മണ്ടിൻ്റെ 60 PF ട്രേറ്റ് തിയറിയാണ് ഇവിടെ നോമതെറ്റിക് അപ്രോച്ചിന് എക്സാമ്പിളായിട്ട് കൊടുത്തത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിലാണ് ഈ ഒരു അപ്രോച്ച്, അതായത് ഈ ഒരു പഠനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നോമതെറ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എന്താ, ജനറൽ ലോസിലും യൂണിവേഴ്സൽ പാറ്റേൺസിലൊക്കെ യൂണിവേഴ്സൽ പാറ്റേൺസ് അതുപോലെ യൂണിവേഴ്സൽ ട്രേറ്റിലൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ് നോമതെറ്റിക് അപ്രോച്ച്. നോമതെറ്റിക് അപ്രോച്ചിൻ്റെ കണ്ടുപിടിച്ച ആളാണ് ആൽപോർട്ട്. 1934 കണ്ടുപിടിച്ചത്. അതുപോലെ നോമോസ് എന്ന് പറയുന്ന ഈ ഒരു ടേമിൻ്റെ അർത്ഥം, വേർഡിൻ്റെ അർത്ഥം ലോ എന്നാണ്, ഗ്രീക്ക് വേർഡാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡാണ്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അടുത്തതാണ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച്. എന്താണ് ഇഡിയോഗ്രാഫിക് അപ്രോച്ച്? ഇഡിയോഗ്രാഫിക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നേരത്തത് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിലാണെങ്കിൽ
ഇൻഡിവിജ്വൽസിനെ, അതായത് ഇൻഡെപ്ത് സ്റ്റഡി ഓഫ് ഒരു ഇൻഡിവിജ്വൽസിന്, ഇത് ഓരോരോ ഇൻഡിവിജ്വലിനെ പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഡിയോഗ്രാഫിക് അപ്രോച്ച് എന്ന് പറയാം. ഓക്കെ, ഇഡിയോസ് എന്ന് വെച്ചാൽ അതിൻ്റെ മീനിങ്, അതും ഗ്രീക്ക് വേർഡാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ അല്ലെങ്കിൽ OWN, ഓൺ അല്ലെങ്കിൽ പ്രൈവറ്റ്, അതാണ് ഇതിൻ്റെ മീനിങ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നല്ലോ, പ്രൈവറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ചും കൂടെ അല്ലേ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ്, കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന ഒരു അപ്രോച്ചാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താ കുറച്ചും കൂടെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. ഓക്കെ, അപ്പം ക്വാളിറ്റേറ്റീവ് ഡാറ്റയാണ് ഈ എങ്ങനെ ഒരു പേഴ്സണെ ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പം നമ്മളിപ്പോൾ BEdലൊക്കെ പഠിക്കുമ്പം നമുക്ക് പഠിക്കാനുള്ളതാണ് കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ, ഇപ്പം ഒരു കുട്ടി ക്ലാസ്സിൽ വളരെ മൂടിയായിട്ട് എല്ലാ ദിവസവും ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നന്നായി സ്കോർ ചെയ്യുന്നൊരു കുട്ടി പെട്ടെന്ന് കുറച്ചു കാലത്തേക്ക് മൂടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ ഒരു ടീച്ചർ അവൻ്റെ കേസ് അല്ലെങ്കിൽ അവളുടെ കേസ് സ്റ്റഡി നടത്തും. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ പാരൻസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എല്ലാം ആ കുട്ടീനെക്കുറിച്ച് നമ്മളെല്ലാം ഡീറ്റെയിൽസും ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് ആ ഒരു കുട്ടിയിൽ നിന്നും നമ്മൾ മാക്സിമം കാര്യങ്ങൾ കളക്ട് ചെയ്ത് ഒരു കേസ് സ്റ്റഡി, ഒരു റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും. ഓക്കെ, അപ്പം കേസ് സ്റ്റഡി എന്ന് പറയുന്നത് അത് ആ ഒരു കുട്ടീനെ പറ്റി നമ്മൾ ഇൻഡെപ്തായിട്ട് പഠിക്കുകയാണ്. അപ്പം കേസ് സ്റ്റഡിയാണ് ഈ ഇഡിയോഗ്രാഫിക് അപ്രോച്ചിന് എക്സാമ്പിൾ. അപ്പം നോമത്തറ്റിക് അപ്രോച്ചും പറഞ്ഞു, ഇഡിയോഗ്രാഫിക് അപ്രോച്ചും പറഞ്ഞു. നോമത്തറ്റിക് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ പഠിക്കുമ്പോൾ ഇഡിയോഗ്രാഫിക് എന്ത് പഠിക്കുന്നു, ഇൻഡെപ്തായിട്ട് ഒരു ഇൻഡിവിജ്വലിനെ പഠിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കാം. അപ്പം ഈ ഒരു ഇഡിയോഗ്രാഫിക് അപ്രോച്ചും നോമത്തറ്റിക് അപ്രോച്ചും മനസ്സിലായല്ലോ. അടുത്ത ഭാഗമാണ് ക്രോസ് കൾച്ചറൽ ഇഷ്യൂ. എന്താണ് ക്രോസ് കൾച്ചറൽ ഇഷ്യൂ? ക്രോസ് കൾച്ചറൽ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ബിഹേവ് ചെയ്യുന്നത് അയാളുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്നൊരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ രണ്ട് തരം കൾച്ചർ ഉണ്ട്. അതായത് അതിനെയാണ് ഒരു കൾച്ചറിനെ നമ്മൾ എന്ത് പറയും, ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറയും. വേറൊരു ടൈപ്പ് കൾച്ചറാണ് കളക്റ്റീവിസ്റ്റിക് കൾച്ചർ. അതായത് ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇൻഡിപെൻഡൻസ് ഉള്ള കൾച്ചറാണ്. അതായത് കുറച്ചും കൂടി ഇൻഡിവിജ്വൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള. അതായത് ഇപ്പം നോർത്ത് അമേരിക്കയിലും വെസ്റ്റേൺ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലേ, അവരുടെ കാര്യങ്ങളിലേക്കാണ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത്. അതായത് സൊസൈറ്റി എന്ത് വിചാരിക്കും എന്നൊരു സംഭവം അവരുടെ ഉള്ളിലില്ല അല്ലേ. നമുക്കറിയാമല്ലോ, അവരുടേതായിട്ടുള്ള കുറച്ചും കൂടെ സെൽഫ് ഫോക്കസ്ഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ, സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ കുറച്ചും കൂടെ സോഷ്യലായിട്ടുള്ള അല്ലേ, സൊസൈറ്റീനെയൊക്കെ പേടിച്ച് അങ്ങനെയല്ലേ കുറച്ചും കൂടെ നമ്മളുടെയൊക്കെ കൾച്ചർ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പം ഭൂരിഭാഗം ആൾക്കാരും മറ്റുള്ളവരെന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ ഡിസിഷൻ എടുക്കുന്ന ആളുകളാണ് നമ്മളുടെയൊക്കെ കൾച്ചറുള്ള ഭൂരിഭാഗം ആളുകളും. അപ്പം എന്തായാലും വലിയൊരു ഡിഫറൻസ് നമ്മുടെ കൾച്ചറും ഇപ്പോൾ അമേരിക്കയിലുള്ള ആൾക്കാരുടെ കൾച്ചറൊക്കെ തമ്മിലുണ്ട്. പക്ഷേ ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഒരാളുടെ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും അയാളുടെ ക്യാരക്ടർ ഇന്നതായിരിക്കും എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ഒരു കളക്റ്റീവ് കൾച്ചറിലുള്ള ആൾക്കാർ കുറച്ചുകൂടെ റിലേഷൻഷിപ്പ്, അതായത് ഈ സൊസൈറ്റിയിലെ മെമ്പേഴ്സ് ആണെങ്കിലും ഫാമിലി മെമ്പേഴ്സിനാണെങ്കിലും കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ. പക്ഷേ എന്ന് കരുതി നമ്മളുടെ കൾച്ചറിൽ എല്ലാവരും അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരല്ല. അതാ പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കൾച്ചറിനെ വെച്ചിട്ട് നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. കൾച്ചർ വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണെന്ന് പറയുന്നു. പക്ഷേ അവിടെ ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് ഒരിക്കലും ഒരു പേഴ്സണെ നമുക്ക് ജഡ്ജ് ചെയ്ത് അയാൾ എങ്ങനെയായിരിക്കും എന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ ക്രോസ് കൾച്ചറൽ ഇഷ്യൂവിൽ പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് 5 ഫാക്ടർ മോഡലാണ്. എന്താണ് ഈ പേഴ്സണാലിറ്റിയിൽ 5 ഫാക്ടർ മോഡലിൻ്റെ ആവശ്യകത? അതായത് ആൽപോർട്ടിൻ്റെ ഒക്കെ അഭിപ്രായത്തിൽ ഒരു പേഴ്സണാലിറ്റി, അതായത് പേഴ്സണാലിറ്റിയിൽ എബോവ് 4000 ട്രേറ്റ് ഉണ്ട്. അത് ഒരു പേഴ്സണാലിറ്റിയിലല്ല, പേഴ്സണാലിറ്റി മൊത്തം എടുക്കുകയാണെങ്കിൽ ഏകദേശം എബോവ് 4000 ട്രേറ്റുകൾ ഈ പേഴ്സണാലിറ്റിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ 4000 ട്രേറ്റ് വെച്ചിട്ട് പേഴ്സണാലിറ്റി പഠിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കാണ്. അങ്ങനെ ഇരിക്കുകയാണ് 1992 ഇതുമായി റിലേറ്റഡ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വരുന്നു. അതിനുശേഷം 1992 എന്ത് ചെയ്തു, മാക്രേയും കോസ്റ്റയും കൂടെ ചേർന്ന് ഒരു 5 ഫാക്ടർ മോഡൽ കണ്ടുപിടിക്കുകയാണ്.
അപ്പോൾ ഈ 5 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പേഴ്സണാലിറ്റി പഠിക്കുന്നത്, പിന്നെ പഠനങ്ങൾ വരുന്നത്. അപ്പോൾ ഈ 5 ഫാക്ടേഴ്സിൽ ഓരോന്നിലും 6 ഫാക്ടേഴ്സ് വെച്ചിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള 30 ട്രേറ്റ്സ് ഉണ്ട്. അതായത് 5 ഫാക്ടേഴ്സിൽ തന്നെ 6 ട്രേറ്റ്സ്, ഓരോന്നിലും 6 ട്രേറ്റ്സ് ആകുമ്പോൾ 30 സ്പെസിഫിക് ട്രേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു പേഴ്സണാലിറ്റി പഠിക്കുന്നത്. ഓക്കെ, ഇതിലെ 5 ഫാക്ടേഴ്സ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളൂ ടെസ്റ്റിൽ, അപ്പം അത് പഠിച്ചു വെക്കണം. അപ്പം ഏതൊക്കെയാണ് ആ 5 ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂറോട്ടിസിസം, എക്സ്ട്രോവേർഷൻ, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, അഗ്രിബിൾനെസ് ആൻഡ് കോൺസയൻഷ്യസ്നെസ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ന്യൂറോട്ടിസം, ദെൻ എക്സ്ട്രോവേർഷൻ, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, അഗ്രിബിൾനെസ് ആൻഡ് കോൺസയൻഷ്യസ്നെസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5 ഫാക്ടർ മോഡലിൽ പറയുന്നത്. അപ്പം ആരാ കണ്ടുപിടിച്ചത്, കോസ്റ്റ മാക്രെ 1992. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് 5 ഫാക്ടർ മോഡലിലുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഇഷ്യൂസ് റിലേറ്റിംഗ് ടു തിയററ്റിക്കൽ മോഡൽസ്. അതായത് കുറേ തിയറീസ് പേഴ്സണാലിറ്റി റിലേറ്റഡ് നമുക്കറിയാം അല്ലേ, കുറേ തിയറീസ് ഉണ്ട്. അപ്പം ഈ തിയറീസിലൊക്കെ കുറേ ഇഷ്യൂസും വരുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഈ ഒരു തിയറി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും യെസ് ഈ തിയറാണ് ഏറ്റവും ബെസ്റ്റായിട്ട് പേഴ്സണാലിറ്റിയിൽ, പക്ഷെ മറ്റൊരു തിയറി വരുമ്പോൾ വിചാരിക്കും ഇതല്ലേ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ എന്ന് തോന്നും. അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു തിയറി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, യെസ് ഇതാണ് ശരി എന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, യെസ് ഓരോന്നിലും ഉള്ള ബെസ്റ്റ്, ഓരോ തിയറീസിലുള്ള ബെസ്റ്റ് കാര്യങ്ങൾ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു ഇഷ്യൂസ് റിലേറ്റിംഗ് ടു തിയററ്റിക്കൽ മോഡൽസിൽ പറയുന്നത്. അത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യമാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് സം അതർ ഇഷ്യൂസ് ഇൻ പേഴ്സണാലിറ്റി ദാറ്റ് നീഡ് ടു ബി അറ്റൻഡഡ് ടു അറ്റ് ലെങ്ത്. വേറെയും കുറേ ഇഷ്യൂസും വേറെയും കുറേ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. അതായത് ചില ആളുകൾ പറയുന്നു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫ്രീ വില്ലിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്. ചില ആളുകൾ പറയുന്നു ഫ്രീ വില്ലല്ല, ഡിറ്റർമിനസ് ആണ്. അത് ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ മനസ്സെന്താണോ പറയുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന പോകുന്നതാണ് ഫ്രീ വില്ല, അറിയാമല്ലോ. ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ ഉണ്ടാവും, അതിനനുസരിച്ച് നീങ്ങുന്നതാണ് ഡിറ്റർമിനിസം ഉള്ളവർ. പിന്നെ യുണീക്നെസ് വേഴ്സ് യൂണിവേഴ്സാലിറ്റി, ഓരോ ഇൻഡിവിജ്വലും യുണീക്കാന്ന് പറയുന്നത് യുണീക്നെസ്സും, യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ പാറ്റേണിനനുസരിച്ചാണ് എന്താ ബിഹേവിയർ വരുന്നത്. യൂണിവേഴ്സലായിട്ടുള്ള ബിഹേവിയറൽ പാറ്റേൺസ് ആണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന ചില ആളുകൾ. അടുത്തതാണ് ഫിസിയോളജിക്കൽ വാസ് പർപ്പോസീവ് മോട്ടിവേഷൻ. ചില ആളുകൾക്ക് ഫിസിയോളജിക്കൽ മോട്ടിവേഷനാണ് ഉണ്ടാവുക അല്ലേ, വാട്ടർ ഫുഡ് പോലെയുള്ള ഫിസിയോളജിക്കൽ മോട്ടിവേഷനാണ് ഉണ്ടാവുന്നത് ഉള്ളെന്ന്. ചില ആളുകൾക്ക് മറ്റേതെന്താ പറയുന്നത്, പർപ്പസീവ് മോട്ടിവേഷൻ, അതായത് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റർമിനിസം പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടെ പർപ്പസീവ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും. അടുത്തത് കോൺഷ്യസ് വാസ് അൺകോൺഷ്യസ് മോട്ടിവേഷൻ. ചില ആളുകൾ കോൺഷ്യസ് തന്നെ ഉള്ള മോട്ടിവേഷൻ ആയിരിക്കും, ചിലതെന്താ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻ ആയിരിക്കും. പിന്നെ സ്റ്റേജ് വാസ് നോൺ സ്റ്റേജിൽ തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആണ് അടുത്തത്. സ്റ്റേജ് വാസ് നോൺ സ്റ്റേജ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ ചില പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. ഈ നോൺ സ്റ്റേജ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ എന്ത് പറയുന്നു, അങ്ങനെ സ്റ്റേജും ഒന്നുമില്ല, നോൺ സ്റ്റേജ് വൈസ് ആയിട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. പിന്നെ കൾച്ചറൽ ഡിറ്റർമിനിസം വാസ് കൾച്ചറൽ ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നു. കൾച്ചറിനനുസരിച്ചിട്ടാണ് ഡിറ്റർമൈൻഡ് ബൈ കൾച്ചർ എന്ന് പറയുന്നത് കൾച്ചർ ഡിറ്റർമിനിസം. കൾച്ചറൽ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചറിൻ്റെ കൾച്ചറൊന്നുമല്ല, വേറെ കൾച്ചറിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി പറയുന്നതല്ല. കൾച്ചർ ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ കൾച്ചറിൻ്റെ പ്രാധാന്യമില്ല എന്ന് പറയുന്നത്. അടുത്തത് ഏർലി വാസ് ലേറ്റ് പേഴ്സണാലിറ്റി ഫോർമേഷൻ. അതിൽ പറയുന്നത് ദിസ് ഇഷ്യൂ ഡീൽസ് വിത്ത് ഇഫ് അവർ പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ചൈൽഡ്ഹുഡ്, അതായത് ഏർലി ചൈൽഡ്ഹുഡ്. ഓക്കെ, ഇത് പിന്നെ ക്വൈറ്റ് ഫ്ലെക്സിബിൾ ഇൻ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നു. ഓക്കെ, അതായത് ഏർലി കുറേ മുമ്പേ ഫോം ചെയ്യുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നു. മറ്റേത് എന്ത് പറയുന്നു, ലേറ്റ് പേഴ്സണാലിറ്റി കുറേ അതിന് ശേഷം ഫോം ചെയ്യുന്നതാണെന്ന് പറയുന്നു. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ്, എനിക്ക് വായിച്ചിട്ട് മനസ്സിലായതാണ് പറയുന്നത്. ഒന്നും കൂടെ നിങ്ങൾ വായിച്ചിട്ട് നോക്കുക കേട്ടോ. അടുത്തത് ഒപ്റ്റിമിസം വാസ് പെസിമിസം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒപ്റ്റിമിസം ആണ് എന്ത് ചെയ്യുന്നത്, വെദർ ഹ്യൂമൻസ് ആർ ബേസിക്കലി ഗുഡ് ഓർ ബാഡ് ഈസ് ദ സെൻട്രൽ ഇഷ്യൂ ഹിയർ. ദ ആറ്റിറ്റ്യൂഡ് ഡിറ്റർമൈൻസ് വാട്ട് വി സീ വെൻ വി ലുക്ക് അറ്റ് ഹ്യൂമാനിറ്റി. അതായത് ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് അയാളുടെ പേഴ്സണാലിറ്റി. ഒപ്റ്റിമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പെസിമിസ്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ
പഠിക്കാനുള്ളത്. ഇതിൽ അസൈൻമെൻറ്റിന് ഒറ്റ ക്വസ്റ്റിനുള്ളൂ. ന്യൂമാത്തറ്റിക് അപ്രോച്ചിനെ ഇഡിയോഗ്രാഫിക് അപ്രോച്ചിനെ കുറിച്ചുള്ള ക്വസ്റ്റിനാണ്. എൻ്റെ ഒരു അറിവിൽ വളരെ വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, എനിക്ക് ആവുന്നതുപോലെയാണ് പറഞ്ഞു തന്നത്. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, താങ്ക് യു.